ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്. ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക, ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അവര് എനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത്? വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ചൊരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കണ ഒരിടം, സ്വന്തം ഭർത്താവിന് അത്തരം ഒരു ഇടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങളറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭിചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ പേരിൽ നുണ പറഞ്ഞതിന്റെ പേരിൽ അള്ള നിങ്ങളെ ശിക്ഷിക്കും. അത് നിങ്ങൾ കരുതരുത്. ഇങ്ങനൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കൂല, പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ജീവിതം, നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്രയല്ലേ. എന്താ അത് മറന്നു പോണത്? എന്താ അത് മറന്നുകൊണ്ട് പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പെണ്ണിനെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ള നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ? ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ? നിങ്ങളെ ഭർത്താവ് 2 സ്ത്രീകളെ നോക്കി, നിങ്ങളെ ഭർത്താവ് നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മുത്തക്കി, നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാള്, അയാൾക്ക് 2 ഭാര്യമാരിലോ 6 മക്കളും ഉണ്ടെങ്കിൽ ആ 6 മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർത്തുമെങ്കിൽ നാടിന് നല്ലത് അതല്ലേ? തെമ്മാടികളായ മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം. ഈമാനുണ്ട് നിങ്ങളൊന്ന് ചെന്ന് പറയണം. അത്യാവശ്യം സാമ്പത്തികമായിട്ട്. ഇപ്പൊ എനിക്കറിയാം മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നവര്, വേറെ പണിയൊന്നും ഓൽക്കില്ല. 5 വരെ തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കും, നോമ്പ് ഓൽക്കും, സക്കാത്ത് ഒക്കെ പുരയില്. അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ. നിങ്ങൾക്കറിയില്ലേ സൗദാ ബീവിനെ നബി കല്യാണം കഴിക്കുന്ന എപ്പോഴാ? നിങ്ങൾ എന്താ വിചാരിച്ചേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ കല്യാണം തന്നെ 15 വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ? 4 കുട്ടികൾ ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന്. 2 പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര്? ഖദീജ ബീവി. അതിൽ 4 കുട്ടികൾ ആദ്യമുണ്ട്. നബിക്ക് ഖദീജ ബീവിയിലൂടെ 6 കുട്ടികൾ വേറെ ഉണ്ടായി. ഈ 10 മക്കളെ നബി പോറ്റിയില്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ എത്ര പുണ്യം നബിക്ക് കിട്ടി. ആ പുണ്യം നമ്മളെ ഭർത്താക്കന്മാർക്ക് കിട്ടണം. അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യമൊക്കെ അങ്ങക്കും കിട്ടും.